തൃശൂരിൽ വീണ്ടും ATM മോഷണ ശ്രമം. തൃശൂർ പൂങ്കുന്നത്തെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ATMിലാണ് കവർച്ചാശ്രമം നടന്നത്. ATM തകർക്കുന്നതിനിടെ അലാറം മുഴങ്ങിയതിനെ തുടർന്ന് ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. അർദ്ധരാത്രി 12:30-യോടെയാണ് ATMിൽ കവർച്ചാശ്രമം നടന്നത്. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും നടന്നെത്തിയ മുഖംമൂടി ധരിച്ച യുവാവ് ATMിന് മുന്നിലേക്കെത്തി. ഡോർ തുറന്ന് അകത്തുകയറിയ മോഷ്ടാവ് കട്ടർ ഉപയോഗിച്ച് ATMിന്റെ പാളികൾ പൊളിക്കാനായിരുന്നു ആദ്യം ശ്രമിച്ചത്. എന്നാൽ ATMിലെ പാളികൾ പൊളിക്കുന്നതിനിടെ അലാറം മുഴങ്ങി. ഇതേസമയം തന്നെ ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥനും പോലീസിനും ഓട്ടോമാറ്റിക് സന്ദേശവും എത്തി. ശബ്ദം കേട്ടതോടെ ATM തകർക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് കവർച്ചക്കാരൻ മടങ്ങി. പണമൊന്നും നഷ്ടപ്പെട്ടില്ല. ലോക്ക് എടുത്തു, എന്നിട്ട് കട്ടറുകൊണ്ട് അടിഭാഗം കട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പറ്റിയില്ല. അപ്പോഴേക്കും അലാം അടിച്ചു. ആളിറങ്ങി ഓടി. അലാം പോലീസിലേക്ക് വന്നു, ഞങ്ങളുടെ സാറിന് മാനേർക്ക് വന്നു. അപ്പോൾ തന്നെ അവർ വന്നു നോക്കി. അപ്പോഴേക്കും ആൾ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. സമീപത്തെയും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെയും CCTVകൾ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 1 വർഷം മുൻപാണ് സമാനമായ രീതിയിൽ തൃശൂരിലെ 3 ATMകളിൽ നിന്നായി 60 ലക്ഷത്തോളം രൂപയുടെ കവർച്ച നടന്നത്. കവർച്ചയ്ക്ക് ശേഷം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ വഴി രക്ഷപ്പെടാൻ ശ്രമിച്ച മോഷ്ടാക്കളെ നാമക്കലിൽ നിന്ന് പോലീസ് പിടികൂടിയിരുന്നു. റിപ്പോർട്ടർ, തൃശൂർ.